ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ്. പഞ്ചസാരയും തേങ്ങയും ഏലക്കയും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ സൂപ്പർ സിമി എന്നാണ്, മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ. വരൂ കൂട്ടുകാരെ, നമുക്ക് ഉണ്ട ഉണ്ടാക്കാൻ പോവാം. കണ്ടോ, ഞാനിവിടെ മധുരക്കിഴങ്ങ് കഴുകാനിട്ടിട്ടുണ്ട്. അത് കുതിരാനിട്ടേക്കുവാണ്. പുറമെ ചെളിയും മണ്ണൊക്കെ ഉണ്ടാവില്ല, അപ്പം ഞാനത് വെള്ളത്തിൽ കുതിർത്താനിട്ടേക്കുവാണ്. അതവിടെ കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് മധുരക്കിഴങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കണം. ചെളിയുണ്ട് നല്ലപോലെ. ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, കുറേ നേരം ഇപ്പോൾ 1 മണിക്കൂറിന് മേലെ ഞാനിത് വെള്ളത്തിയിട്ടേക്കണത്. ഒന്ന് നന്നായിട്ട് ആ ചെളിയൊക്കെ പോവാൻ. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് പുഴുങ്ങിയെടുക്കണമെങ്കിൽ എടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു കുടം കൂടി ഉണ്ടായി. ഇറങ്ങിയേ കുഞ്ഞിപ്പെണ്ണേ, 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 കുഞ്ഞിപ്പെണ്ണ് പോയി ചാഞ്ചിക്ക്. ശരി, അവിടെ ചാഞ്ചിക്കോ. ഇത്രയും വലിയ പീസൊക്കെ ഒന്ന് ഉള്ളിലോട്ട് വേവാനായിട്ട് ഒന്ന് കട്ട് ചെയ്യണം, നല്ലതാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം.
കുഞ്ഞു പെണ്ണോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല? ഇങ്ങനെ വന്ന് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കില്ലേ? എൻ്റെ പൊന്നേ, അവിടെ എനിക്ക് കൈയും കാലും എടുക്കുന്നുണ്ട്. ആൾക്കാർ പറയും ചീറ്റുകുട്ടി വന്ന് നിൽക്കണമെന്ന് പറയും. അവിടെ കിടന്നോ നീ? ചാഞ്ച് ചാഞ്ചിക്കോ. ഞാൻ അവിടെ കുത്തി നീ കയറി അടികൊള്ളു കേട്ടാ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതൊന്ന് തിളക്കട്ടെ. തിളച്ച് തുടങ്ങിയിട്ട് നമുക്കിത് തുറന്ന് മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇടാം. പുഴുങ്ങാനിടാം. കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെക്കാം. നല്ലപോലെ തിളക്കുന്നുണ്ട്. മൂടാം. ആവിയിലിരുന്ന് ഇതങ്ങനെ വേവട്ടെ. കുറച്ചു നേരം കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തീ കുറക്കാം കേട്ടോ. നന്നായിട്ട് വേവട്ടെ കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് കുത്തി നോക്കാം. കുറച്ചും കൂടി വേപ്പാനുണ്ട്. നല്ലപോലെ വേവട്ടെ. നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടേണ്ടതുണ്ട്. നമുക്ക് ഇതൊന്നും കൂടി തുറന്ന് നോക്കാം. ഒന്ന് കുത്തി നോക്കാം ഉള്ളിലോട്ട് വെന്ത് ആയിട്ടുണ്ടോയെന്ന്. വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം. നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കിയാൽ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് അവിടെ സ്ട്രക്കായി നിൽക്കും. ഉള്ളിലോട്ട് കുത്താൻ ഭയങ്കര ടൈറ്റായിട്ട്. അപ്പോൾ അത് ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് എടുക്കാവുന്ന ചൂടേ ഉള്ളൂ.
ഞാനിത് തട്ട് വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയും ചെയ്ത് കേട്ടോ. അപ്പം ഇതിൻ്റെ ജലാംശം വെള്ളത്തിൽ പോകില്ല. സാധാരണ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിൻ്റെ വെന്ത് ചെയ്യുമ്പോൾ അതിനെ കോരി എടുക്കുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇതുപോലെ ആവി കയറ്റി പുഴുങ്ങി എടുക്കുകയും ചെയ്യാം. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ലൊരു, എത്ര ആളുകൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു വെറൈറ്റി പലഹാരമാണത്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഒരാൾ വന്നിരിക്കണണ്ട, എല്ലാം അറിയണം അവക്ക്. അടി കിട്ടൂട്ടോ കുഞ്ഞിപ്പെണ്ണെ. ഒന്നും തൊടയൊന്നുമില്ല, ഇങ്ങനെ അനങ്ങാദ്യം വന്നിങ്ങനെ ഇരിക്കും. കുഞ്ഞിപ്പെണ്ണെ ഇതൊന്നും കഴിക്കൂല. അതുകൊണ്ട് മീനെടുത്താൽ മാത്രം ഞങ്ങൾക്ക് കൺട്രോൾ കിട്ടൂല അല്ലേ? ഇങ്ങനെ മുഴുവനും പൊളിച്ചെടുക്കണം. ഈസിയാണ് ഇത്. പെട്ടെന്ന് ഇങ്ങനെ സോഫ്റ്റ് സ്കിന്നാണ്, അതുകൊണ്ട് വേഗം വേഗം പൊളിഞ്ഞ് കിട്ടും. വെള്ളത്തിൽ പുഴുങ്ങണേലും ടേസ്റ്റ് ഇതുപോലെ ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഗുണം വെള്ളത്തിൽ അലിഞ്ഞ് പോയിട്ടുണ്ടാവില്ല അധികം. ഇതിഷ്ടാവാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറവുള്ള ആളുകൾക്ക് വണ്ണം വെക്കാൻ നല്ലതാണെന്ന് പറയാറുണ്ട്. മെലിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്ന് വണ്ണം വെക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, പാലിൽ റവ കാച്ചി കഴിക്കുക,
വണ്ണം വെക്കാൻ അതൊക്കെ നല്ലതാണ്. നമുക്കിവിടെ കുറേ നട്ടിട്ടുണ്ട്. അത് വെള്ള മധുരക്കിഴങ്ങാണ്. ഇത് മറ്റേ വയലറ്റ് കളറാണ്. ഉണ്ടോ ഒരാൾ അനങ്ങാതെ ഇരുന്ന് കണ്ണടച്ചിരിക്കുന്നു. ഇതിനങ്ങനെ ഇരിക്കാൻ സംബന്ധിച്ച ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നേർത്തിരിക്കുന്നിടത്ത് നാരുണ്ടാവും. അപ്പം അതിങ്ങനെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ വന്നാ അപ്പോൾ ബൈക്ക് വന്നാ ബൈക്ക് വന്ന് ശബ്ദം കേട്ടപ്പോൾ ചാടി ശബ്ദം ശ്രദ്ധിച്ചതാണ്. അപ്പോൾ വന്നാ കുഞ്ഞിപ്പണീന് മീമി കൊണ്ടുവന്നാ ഫോണവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് റോക്കിൻ്റെ ഉള്ളു അതിനുള്ള സ്നേഹം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം മധുരം വേണ്ടാത്ത ആളുകൾ മധുരം അധികം ഇടണ്ട. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയും ഏലക്കയും മധുരക്കിഴങ്ങും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കണം.
പച്ച ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ചൂട് കയറ്റി കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാം. അത് കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി അത് ഇതിൻ്റെ ജലാംശം ഒന്നും കൂടി വലിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാര എല്ലാം നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റാവും. അപ്പം ഇതിൻ്റെ വെള്ളം കൂടിയതായിട്ട് നമുക്ക് തോന്നും. അത് കുറയാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. മധുരമുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചാലും ആ ജലാംശം ഒന്ന് വലിഞ്ഞു പോകുമ്പോൾ അതനുസരിച്ച് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനെ പിടികളാക്കിയെടുക്കാം. ഇത് ഇങ്ങനെ ഉണ്ടകളാക്കി ഓരോന്നെടുക്കാം. നിറച്ച് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു പലഹാരമാണേ. ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചുള്ള ഉണ്ടകളാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പീരയൊക്കെ നന്നായിട്ട് ചേർത്ത് ഏലക്കയും മധുരവും നല്ലൊരു മണവുമാണ്. ഞാനൊരു കാര്യം മറന്നു കേട്ടോ. പഞ്ചസാര ഏലക്ക ചേർത്ത് പീര ചേർക്കാൻ വിട്ടു. ഞാൻ ഓർമ്മ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. പീര ചേർത്തിട്ടില്ല. എന്നാൽ പോലെ ആ ഏലക്കിട്ടതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഇതിൽ തേങ്ങ, ഏലക്ക, പഞ്ചസാര ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കൊതു വന്നുണ്ടെങ്കിൽ ഉണ്ടകളാക്കിയെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റായി ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഒന്ന് ഓവനിൽ വെച്ചാലാണ് കുറേ കൂടി ബെറ്റർ. ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജലാംശം കുറയും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ആ സമയത്ത്. ഞാൻ രണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ.
കണ്ടോ ഗൈസ്, ഇതാണ് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സിമി എന്നാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ബെല്ല് കൊടുക്കുക, ഓള് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വേഗം എത്തുള്ളൂ കേട്ടോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.